ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് സയൻസിലെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കാണുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ആ ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റീസും ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസും ഉണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവർ. അതേപോലെ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് എന്തുമുണ്ട്? ഡയറക്ഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം എനിക്കൊരു സ്ഥലത്തോട്ട് പോകണം, അങ്ങനെയാണെങ്കിൽ അവിടം വരെയുള്ള ദൂരം മാത്രമല്ലല്ലോ പറയുന്നത്. ഇപ്പം അവിടെ ചെന്നിട്ട് ചിലപ്പം വേറൊരു ഡീവിയേഷൻ എടുക്കാം, എങ്ങോട്ട് ടേൺ എടുക്കണം. അപ്പം നമ്മൾ എപ്പോഴും വ്യക്തമായിട്ട് എന്തും അറിഞ്ഞിരിക്കണം? ഡയറക്ഷനും അറിഞ്ഞിരിക്കണം. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനും അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ കേസിലാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഇപ്പം 1 കിലോ അരി വാങ്ങുവാണെന്ന് വെച്ചോ, അതാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് മാത്രം മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ 1 കിലോയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 1 കിലോ നോർത്ത് ഈസ്റ്റ് എന്നൊന്നും നമ്മൾ പറയത്തില്ലല്ലോ, കാരണം അവിടെ ഡയറക്ഷൻ്റെ ആവശ്യം ഇല്ല. അപ്പം ഡയറക്ഷൻ ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതേസമയം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്കെയിലർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? മാസ്, ലെങ്ത്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ടെമ്പറേച്ചർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ വെക്റ്ററിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം ഏതിന് എക്സാമ്പിളാണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഓക്കെ, യൂണിറ്റ്സ്. ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് വേണമല്ലോ. ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? മീറ്റർ. അപ്പം എല്ലാം നമ്മൾ യൂണിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്, അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് വേറെ യൂണിറ്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് പേരുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, അതുപോലെ ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെയാണോ? അപ്പം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പം ഈ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അറിയാവോ? ലെങ്ത്,
അതേപോലെ ടൈം, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു ക്വാണ്ടിറ്റീന് വേറൊരു ക്വാണ്ടിറ്റിയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്? മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലെങ്തിൻ്റെ ആണെങ്കിലോ, ലെങ്തിൻ്റെ ആണെങ്കിൽ മീറ്റർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ടൈമിൻ്റെ ആണെങ്കിൽ സെക്കൻഡ്. ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ആംബിയർ എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ എന്താ? കെൽവിൻ ആണ്, കെൽവിൻ. അതേപോലെ കറണ്ടിൻ്റെ എന്താണ്? കറണ്ടിൻ്റെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ആംബിയർ ആണ് കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഓർത്തിരിക്കുക, ക്യാൻഡിലയാണ് എന്തെന്ന് പറയുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതേപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? മോള്. അപ്പം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയും. മാസ് എന്ന് പറയുമ്പം അതിൽ മാസ് ആ ഒരു കിലോഗ്രാം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരു ക്വാണ്ടിറ്റീസിനെയും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ആയിട്ട് പറയുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് അവർ ഫണ്ടമെൻ്റലിൽ വരുന്നത്. അപ്പോൾ മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർത്തിരിക്കുക. അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ്. ഇപ്പം ഡിസ്റ്റൻസിനെ ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. ലെങ്ത് ആണല്ലോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലെങ്തും ഉണ്ട് ടൈമും ഉണ്ട്, രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെങ്തും ഉണ്ട് ടൈമും ഉണ്ട്. ഇങ്ങനെ രണ്ട് പേര് ചേർന്നിട്ടാണ് ആര് വന്നേക്കുന്നത്? സ്പീഡ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്പീഡിനെ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അവരിൽ നിന്നും ഡിറൈവ് ആയി വന്നവർ, അതാണ് സ്പീഡ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. കാരണം സ്പീഡ് ഡിസ്റ്റൻസ് ടൈമും കൂടെ വെച്ചിട്ടാണ് നമ്മൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് പേരുണ്ട്. ഈ രണ്ട് പേരിലും ഓരോരുത്തർ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ വരുന്നവരാണ് ഓർത്തിരിക്കാം. അപ്പം ഇതാണ് ഫണ്ടമെൻ്റലും ഡിറൈവ്ഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻ അതിന് മുന്നേ ആയിട്ട് SSC GDയുടെ ഓൺലൈൻ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 8077553676 ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് എന്താണ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് എടുക്കുവാണ്. അതുപോലെ എന്താണ് നിങ്ങൾക്ക് എന്താണ് ലൈവായിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി അപ്പം തന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കെല്ലാം എന്താണ് പഠിക്കാം. മോക്ക് എക്സാംസ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്പ് പർച്ചേസ് മീൻസ് എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ ഡെമോ ക്ലാസ്സസ് ഉണ്ട്. ഡെമോ ക്ലാസ്സസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. അപ്പം എന്താണ് നിങ്ങൾ ആരും ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? ഇതായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കാൻ തുടങ്ങുക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് റേഡിയൻ ആണോ? മോള്, ജൂള്, കെൽവിൻ? ഏതാണ്? മോള്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മോള്. അതേപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് സ്പെഷ്യലി മീറ്ററിൻ്റെയൊക്കെ കേസിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മില്ലി, സെൻറ്റി,
ഡെസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പ്രിഫിക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പം മില്ലി സെൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും എന്ത് വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഒന്നാണ് പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. മീറ്ററിന് ഫ്രണ്ടിലായിട്ട് പൈക്കോ. ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് എന്താണെന്നറിയോ? 10⁻11 -11, 10⁻−12, 10⁻12, 10⁻11. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയണം. അപ്പോൾ നോക്കിയേ, 10⁻1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6, 9, 10, 12, 15. ഇത്രയും പേരുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. നോക്കിയേ, 10⁻−1 ആണ് ഏതെന്ന് പറയുന്നത്? ഡെസി വരുന്നത്. ഡെസിമീറ്റർ എന്ന് നമ്മൾ പറയും. ഡെസിയുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ 10⁻−2 ആണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റി. 10⁻−3 ആണ് മില്ലി. 10⁻−6 ആണ് മൈക്രോ എന്ന് പറയുന്നത്. മൈക്രോ. 10⁻−9 ആണ് നാനോ എന്ന് പറയുന്നത്. നാനോ. 10⁻−10 എന്ന് പറയുന്നത് എന്താണ്? ആൻസ്ട്രം ആണ്. ആൻസ്ട്രം. 10⁻−12 എന്താണ്? പൈക്കോ ആണ്. പൈക്കോ. 10⁻−15 എന്ന് പറയുന്നത് എന്താണ്? ഫെർമിയാണ്, അല്ലെങ്കിൽ ഫെംറ്റോ എന്നൊക്കെ പറയും. ഫെംറ്റോ അല്ലെങ്കിൽ ഫെംറ്റോ എന്ന് പറയും. അപ്പോൾ നോക്കിയേ, ഇതിൽ ഇനി ഓപ്ഷനിൽ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നോക്കിയേ, 10⁻−12 മീറ്ററാണ് എന്തെന്ന് പറയുന്നത്? ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻−12 മീറ്ററാണ്. ഇതുപോലെ ഇതിൽ ആരെ ചോദിച്ചാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെസി എന്ന് പറയുന്നത് എന്താണ്? 10⁻−1, സെൻറ്റി 10⁻−2, മില്ലി 10⁻−3, മൈക്രോ എന്ന് പറയുന്നത് 10⁻−6, നാനോ 10⁻−9, 10⁻10 ആണ് എന്തെന്ന് പറയുന്നത്? ആൻസ്ട്രം എന്ന് പറയുന്നത്. പൈക്കോ എന്ന് പറയുന്നത് 10⁻−12, അതേപോലെ ഫെംറ്റോ എന്ന് പറയുന്നത് എന്താണ്? 10⁻−15 ആണെന്ന് ഓർത്തിരിക്കാം. അടുത്തത്, the unit of approximate distance from the earth to sun. എന്ന് വെച്ചാൽ എർത്തിൽ നിന്നും സണ്ണ് അതിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴായിട്ട് പല എക്സാമ്പിൾക്കായിട്ട് ചോദിച്ചു കാണുന്നതാണ്. വലിയ ഡിസ്റ്റൻസസിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഈ എർത്തിൻ്റെയും സണ്ണിൻ്റെയും ആ ഒരു ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മാത്രമല്ല, ഒന്ന് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വലിയ ഡിസ്റ്റൻസ് ആണ്. ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതുപോലെ ഒന്നാണ് ലൈറ്റ് ഇയർ. 3 പാർസെക്. ഇത് മൂന്ന് പേരും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർത്തിരിക്കുക. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിലും ലൈറ്റ് ഇയർ ആണെങ്കിലും പാർസെക് ആണെങ്കിലും 3 പേരും എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവരുടെ ഓരോരുത്തരെയും വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1.496 × 10⁻11 മീറ്റർ ആണ്. 10⁻11 മീറ്റർ ആണ്. 1011 എന്നല്ല, ഇത് ⁻11 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? 9.46 × 10⁻15 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അടുത്തത് പാർസെക് എന്ന് പറയുമ്പം നമ്മുടെ ഈ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ബോഡീസ് ഉണ്ട്. ആ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാർസെക് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലും വ്യക്തമാണ് എന്താണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? പാർസെക് എന്ന് പറയുന്ന യൂണിറ്റിനെ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി പാർസെക്കിൻ്റെ വാല്യൂ എത്രയാണ്? 3.08 × 10⁻16 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പാർസെക് എന്ന് പറയുന്നത്.
അപ്പോൾ ഡിസ്റ്റൻസ്, വലിയ വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള 3 യൂണിറ്റ്സുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക് എന്ന് പറയുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1.496 × 10⁻11 മീറ്റർ. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 × 10⁻15 മീറ്റർ. 1 പാർസെക് എന്ന് പറയുന്നത് 3.08 × 10⁻16 മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. meter (2) is SI unit of which of the following? ഇത് പറയുന്ന ആരുടെ യൂണിറ്റ് ആണ്? മീറ്റർ (2) എന്ന് പറയാം, അല്ലെങ്കിൽ meter/second² എന്ന് പറയാം. ഇത് ആരുടെ യൂണിറ്റ് ആണ്? meter/second², meter/second². ആരുടെ യൂണിറ്റ് ആണ്? ഇതിനെ meter/second × second എന്ന് എഴുതാം. മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈമിൻ്റെ യൂണിറ്റ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഏതിൻ്റെ യൂണിറ്റ് ആണ്? ഓർത്തിരിക്കുക, meter/second² എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണ്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈം. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? meter/second വീണ്ടും ഡിവൈഡഡ് ബൈ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ meter/second × second എന്ന് വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? meter/second² എന്നല്ലേ എഴുതുന്നത്, അല്ലെങ്കിൽ meter/second⁻2 എന്ന് നമ്മൾ എഴുതും. ഓക്കെ ആണോ? അപ്പം ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? meter/second⁻2 എന്ന് ഓർത്തിരിക്കുക. ഈ നമ്മുടെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ meter/second ആണ്. സ്പീഡിൻ്റെ ആണെങ്കിലോ meter/second. അപ്പം യൂണിറ്റുകൾ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അവരുടെ എല്ലാ യൂണിറ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ നോക്കിയേ, അങ്ങനെ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് നോക്കാം. ലെങ്ത്, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിൻ്റെ എല്ലാത്തിൻ്റെ SI യൂണിറ്റ് ആണ് പറയുന്നത്. ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസ് ആണെങ്കിലോ മാസിൻ്റെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കിലോഗ്രാം ആണ്. ടൈമിൻ്റെ ആണെങ്കിൽ സെക്കൻഡ്. ടെമ്പറേച്ചർ ആണെങ്കിലോ കെൽവിൻ ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. വോളിയം നോക്കിയേ, വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. അപ്പം ലെങ്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീറ്റർ വെച്ചിട്ട്, ബ്രെഡ്ത്ത് ആണെങ്കിൽ മീറ്റർ, ഹൈറ്റ് ആണെങ്കിൽ മീറ്റർ. അപ്പോൾ എന്ത് വരും? m³ ആണ് എന്തെന്ന് പറയുന്നത്? വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിലും എന്താണ്? മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും എന്താണ്? മീറ്റർ ആണ്. സ്പീഡ് ആണെങ്കിലോ? സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ്. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്താണ്? meter/second. അപ്പം meter/second ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡിൻ്റെ യൂണിറ്റ്. അതേപോലെ എന്താണ്? വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം എന്ത് വരും? വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റേയും എന്താണ്? മീറ്റർ തന്നെയല്ലേ? meter/second, meter/second. വെലോസിറ്റിയും എന്താണ്? meter/second. അടുത്തത് ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തത്. എന്താണ്? meter/second⁻2 അല്ലെങ്കിൽ meter/second² എന്നൊക്കെ നമുക്ക് പറയാം. റീറ്റാർഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീറ്റാർഡേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് ആർക്കെന്നും പറയുന്നത്? റീറ്റാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റാർഡേഷനും meter/second⁻2 തന്നെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റ്, ഫോഴ്സ്, ഇവരുടെയൊക്കെ യൂണിറ്റ് എന്താണ്? വെയിറ്റ്, ഫോഴ്സിൻ്റെയൊക്കെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് × ആക്സിലറേഷൻ. മാസ് എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ എന്താണ്? ഇത് ഇവിടെ ഉണ്ട്. എന്താണ്? meter/second² ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ പറയുന്നത് ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ വെയിറ്റിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ പറയുന്നത് എന്താണ്? SI യൂണിറ്റ് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ പ്രഷർ സ്ട്രെസ്സിൻ്റെയൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ സ്ട്രെസ് പാസ്കൽ ആണെന്ന് ഓർത്തിരിക്കുക. പാസ്കൽ.
പ്രഷർ, സ്ട്രെസ്സിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. അതേപോലെ ഹീറ്റ്, വർക്ക്, എനർജി, അതുപോലെ ടോർക്ക് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ടോർക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ് അറിയാവോ നിങ്ങൾക്ക്? ഹീറ്റ്, വർക്ക്, എനർജി, ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണെന്ന് ഓർത്തിരിക്കുക. ഒരു സെക്കൻഡ്. ജൂൾ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാവോ? പവർ, ഇതെല്ലാം നിങ്ങൾ ഈ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ അറിയാവോ? പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വാട്ട് ആണ്. SI യൂണിറ്റ് എന്ന് ഓർത്തിരിക്കുക, വാട്ട്. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റീറ്റാർഡേഷനും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെയിറ്റ്, ഫോഴ്സിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. പ്രഷർ, സ്ട്രെസ്സിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. ഹീറ്റ്, വർക്ക്, എനർജി, ടോർക്ക്, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് എല്ലാം ജൂളാണ്. അതുപോലെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണെന്ന് ഓർത്തിരിക്കുക, വാട്ട്. അടുത്തത് മൊമെൻറ്റം P വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. MV എന്നാണ് അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? കിലോഗ്രാം. വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് -1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാവോ? ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ് എന്തെന്ന് പറയുന്നത്? ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ട്, ഈ ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? Q = എന്താണ്? IT, ടൈമും അതേപോലെ എന്താണ്? കറണ്ടും. I എന്ന് പറയുന്നത് കറണ്ട്, T എന്ന് പറയുന്നത് എന്താണ്? ടൈം, Q എന്ന് പറയുന്നത് ആ ഒരു ചാർജ്. അപ്പോൾ ചാർജ് എന്താണ്? കൂളോം ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. വോൾട്ടേജ് ആണെങ്കിലോ? വോൾട്ടേജ് V = IR. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് അറിയാവോ? വോൾട്ടേജിൻ്റെ യൂണിറ്റ് സിമ്പിളാണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്ന് തന്നെയാണെന്ന് പഠിച്ചു വയ്ക്കുക. SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. അതേപോലെ കപ്പാസിറ്റൻസിൻ്റെ എന്താണ്? ഫാരഡ് ആണ് എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ആണെങ്കിലോ? റെസിസ്റ്റൻസ് നമുക്കിതാ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. V = IR. I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട്. അതേപോലെ R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ R-നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? V/I, വോൾട്ടേജ് ബൈ കറണ്ട്. റെസിസ്റ്റൻസ് യൂണിറ്റ് ഓർത്തിരിക്കുക എന്താണ്? ഓം ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, ഓം ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മൊമെൻറ്റം എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ചാർജ്, ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ കൂളം, ഇലക്ട്രിക് കറണ്ടിൻ്റെ ആണെങ്കിൽ ആംബിയർ, വോൾട്ടേജിൻ്റെ ആണെങ്കിൽ വോൾട്ട്, കപ്പാസിറ്റൻസിൻ്റെ ആണെങ്കിൽ ഫാരഡ്, റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ എന്താണ്? ഓം ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? RA/L ആണ്. R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. A എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഏരിയ. L എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ്. ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ്. ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓം മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഓം എന്തിൻ്റെയാണ്? റെസിസ്റ്റൻസിൻ്റെ. അതേപോലെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. 1/R ആണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ്. ഈ 1/Rനെ നമ്മൾ പറയുന്നത് സീമൻ എന്നാണ്.
സീമനാണ് എന്തെന്ന് പറയുന്നത് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ 1/Ω അല്ലെങ്കിൽ ഓം റേസ് ടു -1 എന്ന് പറയുന്നത് എന്താണ് സീമനാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ എന്താണ് ഹെൻറി ആണെന്ന് ഓർത്തിരിക്കുക, ഹെൻറി. അതേപോലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഹെൻറി പെർ മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക, ഹെൻറി പെർ മീറ്റർ. മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിലോ വെബർ, ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിലോ ടെസ്ല. അതേപോലെ ലാസ്റ്റ് വൺ അല്ല, ഇവിടുത്തെ ലാസ്റ്റ് കൊടുത്തേക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും രണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം ഇവിടെയും ഡെൻസിറ്റി തന്നെയായിരിക്കും, താഴെ എന്തായിരിക്കും? ഡെൻസിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഇതും കട്ടായി പോകും. എന്താണ്? ഒരിക്കലും ഇവർക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമൻ, അല്ലെങ്കിൽ എന്താണ്? ഓം റേസ് ടു -1 എന്ന് ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിൽ ഹെൻറി, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഹെൻറി പെർ മീറ്റർ, മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ, ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ ടെസ്ല, റിലേറ്റീവ് ഡെൻസിറ്റി ആണെങ്കിൽ എന്താണ്? യൂണിറ്റ് ഇല്ല. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 1/, എന്താണ് നമ്മൾ നേരത്തെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പം ടൈമിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. 1/T ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സെക്കൻഡ് റേസ് ടു -1. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഹെഡ്സ് ആണെന്ന് ഓർത്തിരിക്കുക, ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് എന്ന് ഓർത്തിരിക്കുക. ഇനി റേഡിയോ ആക്ടിവിറ്റി ആണെങ്കിലോ, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്യുറൽ ആണെന്ന് ഓർത്തിരിക്കുക, ബെക്യുറൽ. ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ബെക്യുറൽ ആണെന്ന് ഓർത്തിരിക്കുക. ലൂമിനസ് എമിറ്റൻസ് ആണെങ്കിലോ, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കാണില്ല. ലൂമിനസ് എമിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലക്സ് ആണെന്ന് ഓർത്തിരിക്കുക, ലക്സ്. അതേപോലെ ലൂമിനസ് ഫ്ലക്സ് ആണെങ്കിലോ ലൂമൻ ആണെന്ന് ഓർത്തിരിക്കുക, ലൂമൻ. ഓക്കെ ആണോ? അപ്പം ഏകദേശം 32 ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കണം. അതിൽ ആദ്യമുള്ളയും ഇടയ്ക്കുള്ള കുറേയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നതായിരിക്കും. അറിയാത്തത് ജസ്റ്റ് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ബെക്യുറൽ. ലൂമിനസ് എമിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ലക്സ്. ലൂമിനസ് ഫ്ലക്സിൻ്റെ ആണെങ്കിലോ ലൂമൻ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്സ് ആണെന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് റേസ് ടു -1 ഹെഡ്സ് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജിലുണ്ട വ്യത്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് തന്നെ ആയിരിക്കുമല്ലോ, വോൾട്ടേജ് അല്ലേ, വോൾട്ട്. അപ്പോൾ വോൾട്ടാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് ആരുടെയൊക്കെയാണെന്ന് അറിയാവോ? വാട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെയാണ്. ജൂൾ ആണെങ്കിലോ, ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെയാണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം യൂണിറ്റ്സ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആരെ കാണുമ്പോഴും അവരുടെ യൂണിറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്? ഏതാണ് ഇൻകറക്റ്റ് പെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്? പ്രഷർ ന്യൂട്ടൺ, പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് കൊടുത്തേക്കുന്നത്. എനർജി ജൂൾ, ഫ്രീക്വൻസി ഹെഡ്സ്, പവർ വാട്ട്. ഇത് ഏതാണ്? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണെന്ന് അറിയാം. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വോട്ട്. അപ്പോൾ പിന്നെ ഇതിൽ തെറ്റായിട്ടുള്ളത് ആരാ? പ്രഷർ അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്കലാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കലാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ന്യൂട്ടൺ ആരുടെ യൂണിറ്റാണ്? ഫോഴ്സിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി കുറച്ച് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ.
എന്താണ്? വാട്ട് ഈസ് യൂസ് ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് എൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ഒരു തീവ്രത അറിയാൻ വേണ്ടിയിട്ട് മീൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഗ്രാവിമീറ്റർ, പ്രഷർ സെൻസർ, അനിമോമീറ്റർ, റിച്ചർ സ്കെയിലാണോ ഏതാണ് ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ. റിക്ടർ സ്കെയിലാണ് എന്തെന്ന് പറയുന്നത് എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടി, ആ ഒരു തീവ്രത അറിയാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ ഗ്രാവിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടല്ലോ, അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാവിമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രഷർ സെൻസർ ആ ഒരു ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്താണ്? ആ വാക്കിൽ നിന്നും തന്നെ പ്രഷർ സെൻസ് ചെയ്യാൻ. അപ്പം പ്രഷർ സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രഷർ സെൻസർ എന്ന് ഓർത്തിരിക്കുക. അനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അനിമോമീറ്റർ എന്ന് പറയുന്നത് വിൻഡിൻ്റെ സ്പീഡ്, വിൻഡിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം. വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അനിമോമീറ്റർ. അപ്പം എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? റിക്ടർ സ്കെയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നോക്കിയേ, കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് വൺ നോക്കിയത് ഓൾറെഡി പറഞ്ഞു, മറ്റേ അനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്പീഡ്, വെലോസിറ്റി, വിൻഡിൻ്റെ സ്പീഡും വെലോസിറ്റിയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? അനിമോമീറ്റർ ഉള്ളത്. അതേപോലെ ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ബാരോമീറ്റർ ഉള്ളത്. അതേപോലെ ഇഡിയോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്യാസിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ ഗ്യാസസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നറിൽ കുറേ ഗ്യാസസ് ഉണ്ട്, അതിന് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഹീറ്റ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുമല്ലോ. അപ്പം ആ റിയാക്ഷൻസ് വഴി വോളിയം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്? ഇഡിയോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ഫാത്തോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അതേപോലെ ഓഷൻ, ആ കടലിൻ്റെയൊക്കെ ആ ഒരു ഡെപ്ത് എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ലിക്വിഡ്സിൻ്റെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഹൈഗ്രോമീറ്റർ, ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എയറിലെ ഹ്യൂമിഡിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഗ്രോമീറ്റർ. എയറിലെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ മാനോമീറ്റർ എന്താണ്? ഗ്യാസസിൻ്റെയൊക്കെ ആ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബോളോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? മെഷറിങ് ഹീറ്റ് ആൻഡ് റേഡിയേഷൻ ഓഫ് മൈക്രോവേവ് എനർജിയുടെ ഹീറ്റും റേഡിയേഷൻസൊക്കെ അറിയാൻ വേണ്ടി, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്? ബോളോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു സെക്കൻഡ്. അപ്പം അനിമോമീറ്റർ വിൻഡിൻ്റെ സ്പീഡും വെലോസിറ്റി, ബാരോമീറ്റർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇഡിയോമീറ്റർ ആണെങ്കിലോ ഗ്യാസിൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഫാത്തോമീറ്റർ ആണെങ്കിൽ സീയുടെ ഓഷൻ്റെ ഡെപ്ത്, അതേപോലെ ഹൈഡ്രോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലിക്വിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഹൈഗ്രോമീറ്റർ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മാനോമീറ്റർ ആണെങ്കിലോ ഗ്യാസസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്യാസസ് മീൻസ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോളോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോവേവ് എനർജിയുടെ ആ ഒരു ഹീറ്റ് റേഡിയേഷനൊക്കെ ഉണ്ടാകുന്ന എത്രത്തോളം ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബോളോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെന്ന് അതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്?
ഇത് കാണുമ്പോഴേ കിട്ടിയിട്ടുണ്ടാവും. ആരാണ്? അമ്മീറ്റർ ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, കറണ്ട് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓഡോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെഹിക്കിള് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, എത്ര ദൂരം സഞ്ചരിച്ചു, ആ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. സ്പീഡോമീറ്റർ ആണെങ്കിലോ? സ്പീഡോമീറ്ററും അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ കേസിൽ എന്താണ് സ്പീഡ്, എത്രത്തോളം സ്പീഡായിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? സ്പീഡോമീറ്ററിനെ യൂസ് ചെയ്യാം. അപ്പം അത് ഓർത്തിരിക്കുക. കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി അമ്മീറ്റർ, ഓഡോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വെഹിക്കിളിൻ്റെ ഡിസ്റ്റൻസ്. സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് നമുക്ക് പറയാം. ഹൈഗ്രോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഹ്യൂമിഡിറ്റി ഓഫ് എയർ ഓർ ഗ്യാസ്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓർത്തിരിക്കുക, ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഹൈഗ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആണെങ്കിലോ? സ്പെസിഫിക് ഗ്രാവിറ്റി, ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഹൈഗ്രോ ആണെങ്കിൽ ഗ്യാസിൻ്റെയും എയറിൻ്റെയൊക്കെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർത്തിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് വിത്ത് ദ കറക്റ്റ് റെസ്പോൺസ്. ഏതൊക്കെയാണ്? വോട്ട്, അതേപോലെ 1 കിലോവാട്ട്, 1 കിലോവാട്ട് അവർ കൊടുത്തിട്ടുണ്ട്, 1 ഹോഴ്സ് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം വാല്യൂസും തന്നിട്ടുണ്ട്, ഒന്നിൻ്റെ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാം. വാട്ട് എന്താണ്? വാട്ട് ഇതിൽ ഏതായിട്ട് വരും? ഇത് വരുമോ? ഇതൊന്നും എന്തായാലും വരത്തില്ല. വാട്ടിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ട് എന്ന് പറയുന്നത്. വാട്ട്. അതേപോലെ 1 കിലോവാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 കിലോവാട്ട് എന്ന് പറയുന്നത് 1000 വോൾട്ടിന് തുല്യമാണ്. 1 കിലോവാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1000 വോൾട്ട്, 10⁻³ 1000 വോൾട്ടിന് തുല്യമാണ്. അതേപോലെ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്? 3.6 × 10⁻⁶ ജൂളാണ് എന്തെന്ന് പറയുന്നത്? 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അതേപോലെ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എന്താണ്? 746 വാട്ട് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് രണ്ടും കറക്റ്റാണ്. ഒന്ന് എ തന്നെയാണ്, അതേപോലെ 4 ഡി തന്നെയാണ്. 2 എന്ന് പറയുന്നത് അത് ഓപ്ഷൻ 2. ഓക്കെ, 2 എന്ന് പറയുന്നത് എന്താണ്? സി. 2 എന്ന് പറയുന്നത് സി. 3 അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടാണ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതേപോലെ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട്, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂള്. അതേപോലെ 1 ഹോഴ്സ് അവർ എന്ന് പറയുന്നത് എന്താണ്? 746 വാട്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങളിത് പഠിക്കുക. ഒത്തിരി യൂണിറ്റ്സിൻ്റെ ഒത്തിരി ക്വാണ്ടിറ്റീസിൻ്റെ എസ്ഐ യൂണിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയും ചോദിക്കും. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഓക്കെ, താങ്ക് യു.